ഹലോ കുട്ടീസ്, എല്ലാവർക്കും നിളാവേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സിക്യൂട്ടീവ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ്. എക്സിക്യൂട്ടീവ് മെൻഷൻ ദ അതർ ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണെന്ത്? കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്. മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, അതർ ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ്, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമനിർമ്മാണ വിഭാഗം, ജുഡീഷ്യറി നീതിന്യായ വിഭാഗം. അപ്പോൾ 2 ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ചാൽക്കോളിത്തിക് ഏജ്? താമ്രശിലായുഗത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? അതാണ് ക്വസ്റ്റ്യൻ. താമ്രശിലായുഗത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ട്രാൻസിഷൻ പീരീഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് ടു ദ മെറ്റൽ ഏജ്. സ്റ്റോൺ ഏജ് ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റം. ശിലായുഗം പറഞ്ഞ സ്റ്റോൺ ഏജും ലോഹയുഗം പറഞ്ഞ മെറ്റൽ ഏജും. ഇൻ അഡീഷൻ ടു ദ സ്റ്റോൺ ടൂൾസ് ദ പീപ്പിൾ ഓഫ് ദിസ് പീരീഡ് മെയ്ഡ് കോപ്പർ ടൂൾസ് ആസ് വെൽ. ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു. അന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളും ഉപയോഗിച്ചിരുന്നത്? കോപ്പർ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസാണ് ഉപയോഗിച്ചിരുന്നത്. ദ ഹട്ട്സ് വർ ബിൾട്ട് യൂസിങ് മഡ് ബ്രിക്സ്. കുടിലുകൾ ഉണ്ടാക്കാൻ, ഹട്ട്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്? ചളിക്കട്ടകൾ ഉപയോഗിച്ചിരുന്നു. ദേ യൂസ്ഡ് വീറ്റ് ആൻഡ് ബാർലി. ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ ഉപയോഗിച്ചു. ഡ്രോൺ ഓൺ ദ പിക്ചേഴ്സ് വർ ഡ്രോൺ ഓൺ ദ വാൾ ഓഫ് ഹട്ട്സ്. അവർ വീടുകളുടെ ചുമരുകളിലും ഒക്കെ ചിത്രങ്ങൾ വരച്ചു. ഓക്കെ, ഇതിലേതെങ്കിലും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം എനി 2 സിവിലൈസേഷൻ ദാറ്റ് എമർജ്ഡ് ആൻഡ് ഡിക്ലൈൻഡ് ഇൻ മെസോപ്പൊട്ടാമിയ. മെസോപ്പൊട്ടാമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്ത ഏതെങ്കിലും 2 സംസ്കാരങ്ങളുടെ പേരെഴുതുക. ഓക്കെ, എമർജ്ഡ് ആൻഡ് ഡിക്ലൈൻഡ്. ഓക്കെ, അസ്തമിക്കുകയും ഉദയം ചെയ്ത 2 സംസ്കാരങ്ങളുടെ, എവിടുത്തെ? മെസോപ്പൊട്ടാമിയയിലെ 2 സംസ്കാരങ്ങളുടെ പേര് നോക്കാം. സുമേറിയൻ, ബാബിലോണിയൻ, അസിറിയൻ ആൻഡ് കാൽഡിയൻ. ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. ഇങ്ങനെ 4 ഉള്ളത്. ഇതിലേതെങ്കിലും 2 പഠിച്ചു വയ്ക്കണം കേട്ടോ. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 4. ലിസ്റ്റ് ഔട്ട് എനി 2 മെത്തേഡ്സ് ഓഫ് സോയിൽ കൺസർവേഷൻ. മണ്ണ് സംരക്ഷണത്തിനുള്ള ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതുക. മണ്ണ് സംരക്ഷണം അല്ലെങ്കിൽ സോയിൽ കൺസർവേഷൻ. ചെക്ക് ഡിഫോറസ്റ്റേഷൻ, ടെറസ് ഫാമിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ, ടെറസ് ഫാമിംഗ് അലോങ് ഹിൽ സ്ലോപ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്. വനനശീകരണം തടയൽ, വിളപരിവൃത്തി, മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി, ക്രോപ്പ് റൊട്ടേഷൻ തട്ടുകൃഷി, തടയണ നിർമ്മാണം. ഇതിൽ ഏതെങ്കിലും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കോസസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, നോക്കി നോക്കാം. ഫ്ലഡ്, എക്സ്റ്റേണൽ ഇൻവേഷൻസ്, ഡിഫോറസ്റ്റേഷൻ, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, എപ്പിഡമിക്സ്. വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചു വയ്ക്കുക, നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ളത്. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണേ. ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.